Everyone, let's quickly get into the topic. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെഫ് എക്സാമിലെ പാർട്ട് എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. 1 മിനിറ്റ് സമയമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. ഈ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ബബിൾ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ബബിൾ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സ്പീച്ച് ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കും, അതുപോലെ ഒരു വെൽ റൗണ്ടഡ് ആയിരിക്കും. അങ്ങനെ ഒരു വെൽ റൗണ്ടഡ് ഓർഗനൈസ്ഡ് സ്പീച്ച് കിട്ടുമ്പോഴാണ് നമുക്കൊരു B2 സ്കോർ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് സി. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിരിക്കുന്നു. നോക്കൂ, vous souhaitez réserver une chambre d'hôtel pour une semaine. Vous téléphonez à l'hôtel pour obtenir des informations et faire une réservation. Posez des questions et répondez aux questions du réceptionniste. ഇപ്പോൾ നമ്മൾ you would like to reserve a room for 1 week. You telephone the hotel for getting pieces of information and make the reservation. That's the question. Pose the questions ചോദിക്കുക and respond to the questions from the receptionist. അപ്പോൾ ഈ ഒരു ടോപ്പിക് കിട്ടിയാൽ നമുക്ക് 1 മിനിറ്റ് സമയം തരും. ഈ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് വെൽ റൗണ്ടഡ് ആയിട്ടൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. സ്പീച്ച് മീൻസ് ഒരു റോൾ പ്ലേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന റോൾ എപ്പോഴും ഒരു കാൻഡിഡേറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഫോൺ ചെയ്യുന്ന ആളായിരിക്കും. ആൻസർ പറയുന്ന ആൾ എക്സാമിനർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോട്ടൽ റിസർവേഷന് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ നാച്ചുറലായിട്ട് നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അത്തരം നാച്ചുറൽ ചോദ്യങ്ങൾ ചോദിക്കണം. അത് ഇടവിടാതെ, അതായത് പോസുകളില്ലാതെ വെൽ റൗണ്ടഡ് ആയിട്ട് ഒരു നല്ല കോൺവെർസേഷൻ എന്ന രീതിയിൽ തോന്നിക്കണം. അപ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഇംപ്രഷൻ തോന്നുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ബബിൾ ഡയഗ്രാം വരച്ച ശേഷം അതിന് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളുടെ ക്വസ്റ്റ്യൻ റൂം റിസർവ് ചെയ്യാൻ നടക്കുന്നത്. ഞാനിവിടെ ഒരു മിഡിലായിട്ട് റിസർവ് എന്ന് എഴുതുന്നുള്ളൂ, റിസർവ് എന്ന് എഴുതുന്നില്ല, റിസർവ് ദ റൂം. ഓക്കെ. ഞാൻ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് എത്രയാണെന്നാണ്. അപ്പോൾ എത്രയാണ് കോസ്റ്റ്? കൂത്ത് എന്നാണ് കോസ്റ്റിനെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുമോ? അതായത് മിക്കവാറും സ്ഥലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത് പെത്തി ദഷൂനെ എന്നാണ്. പെത്തി ദഷൂനെ. അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അടുത്ത ബബിൾ മീൻസ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അടുത്തതായിട്ട് ഫ്രീ വൈഫൈ ഉണ്ടോ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വൈഫൈന് വിഫി എന്നാണ് പറയുന്നത്. പിന്നെ ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്താണ്? പേമോ ഏതൊക്കെ രീതിയിൽ പേയ്മെൻറ്റ്സ് നടത്താം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ റൂം റിസർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും ഞാൻ ചോദിക്കുന്നു. ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട്. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് നമുക്ക് വളരെ വൈഡ്ലി അത് അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ തന്നെ പറഞ്ഞാൽ മതി. അതിന് വേറെ വേർഡ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിതിൽ ഈ സ്പീച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് ഏത് കോൺവെർസേഷനും നമുക്ക് എന്ത് ചെയ്യാം? ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്, ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം, ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള സംഭവങ്ങൾ പ്രിന്റഡ് ആയിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചേക്കുക. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചോദിക്കാം. ഇപ്പോൾ ഒരു ജിം മെമ്പർഷിപ്പ് എടുക്കാൻ കിട്ടിയാലും ചോദിക്കാം, ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ മെമ്പർഷിപ്പ്, ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഒരു റൂം റിസർവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം, ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലൊരു സാധനം നമുക്ക് റെഡിയാക്കി വെച്ചാൽ എളുപ്പമായി. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സ്പീച്ച്, ഒരു കോൺവെർസേഷൻ റെഡിയാക്കുമ്പോൾ നമുക്കറിയാം. ആദ്യ ക്വസ്റ്റ്യൻ നമ്മൾ കോസ്റ്റിനെ പറ്റി ചോദിക്കും, 2 നമ്മൾ പ്രത്യദേശൂനെ ചോദിക്കും, 3 വൈഫൈ ചോദിക്കും, 4 പേയ്മെൻറ്റ് ചോദിക്കും, 5 ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചോദിക്കുന്നു, അവസാനിപ്പിക്കുന്നു, താങ്ക്സ് പറയുന്നു, അവസാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ കാര്യങ്ങൾ നമുക്കൊരു ഓർഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഭംഗിയാക്കാം. പിന്നെ എക്സാമിനറുടെ ഭാഗത്തു നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവരെപ്പോഴും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളും ആ ക്വസ്റ്റ്യൻസ്, ആ പറയുന്ന കാര്യങ്ങൾ കേട്ടു എന്ന രീതിയിൽ തലയാട്ടുക, ഓക്കെ, വെൽ, വൗ, ബിയ എന്നൊക്കെയുള്ള എക്സ്പ്രഷൻസ് കൂടി കൊടുക്കുക. ആ കോൺവെർസേഷനെ ഒരു നല്ല ഭംഗിയുള്ള കോൺവെർസേഷൻ ആക്കിയിട്ട്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരുടെയും ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെ. ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം, je voudrais réserver une chambre, j'ai des questions, j'ai quelques questions, I have some questions. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമിനർ സാധാരണയായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് ഹലോ, ഗുഡ് മോർണിംഗ്, ഹലോ, ബോൺഷൂർ, ഹോട്ടൽ എന്താണെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഹലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ, ബോൺഷൂർ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വരുന്നു? ബോൺഷൂർ, comment est-ce que je vous aide, ഗുഡ് മോർണിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം, je voudrais réserver une chambre pour une semaine, for a week. അതിനുശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. കൂത്ത്. നമുക്കറിയാം കൂത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കൂത്തേ, ദാറ്റ് മീൻസ് കോസ്റ്റ്. Combien coûte la chambre pour une semaine, s'il vous plaît? ക്വസ്റ്റ്യൻ ചോദിച്ചു.
ഹൗ മച്ച് ഡസ് ദ റൂം കോസ്റ്റ് ഫോർ എ വീക്ക് പ്ലീസ്, അതിനുള്ള ആൻസർ അവർ തരുന്നു. ഉടനെ തന്നെ ആൻസർ കിട്ടിയാൽ നമ്മൾ ഓക്കെ വാവ് എന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് കാണിക്കുക. കാരണം നമുക്ക് സമയം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. മാക്സിമം സമയം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലോ ആയിട്ട് പതുക്കെ ഭംഗിയിൽ ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. പെത്തിത് ദേഷൂനെ ബബിൾ ഡയഗ്രാമിൽ നമുക്ക് അടുത്തത് പെത്തിത് ദേഷൂനെയാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പെത്തിത് ദേഷൂനെ ഫ്രീ ആണോ, അതായത് നമ്മളുടെ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ le petit déjeuner est-il inclus? Is the breakfast included? അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പോൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ വാവ് എന്നുള്ളൊരു എക്സ്പ്രഷൻ കൊടുക്കുക. അല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. വൈഫൈ, ദാറ്റ് മീൻസ് വിഫി. le wifi est-il gratuit? is the wifi free? ഇത് നമുക്ക് എസ്കിൽ വിഫി ഗ്രാറ്റുവി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ le wifi ഏത്തിൽ ഗ്രാറ്റുവി എന്നും ചോദിക്കാം. അപ്പോൾ എസ്ക് കൂട്ടി വേണമെങ്കിൽ ചോദിക്കാം, എസ്ക് ഇല്ലാതെയും ചോദിക്കാം. ഇവിടെ ഞാൻ ചോദിച്ചത് le wifi ഏത്തിൽ ഗ്രാറ്റുവി എന്നാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ വൈഫൈയെ കുറിച്ച് അവർ പറയുന്നത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷെ നമുക്ക് 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചോദിക്കണം, അതിനുവേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണ്, quels sont les moyens de paiement s'il vous plaît? What are the മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് പ്ലീസ്? അപ്പോൾ അവർ കാർഡ് വയ്ക്കാം, ക്യാഷായിട്ട് തരാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ വെൽ എന്ന് പറയുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ അവരുടെ പ്രൈസ് ഓക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ ചെക്ക് ഔട്ട് ടൈം ചോദിക്കുകയാണ്. അതിനകത്ത് അക്കെലാർ ഏല് ചെക്ക് ഇൻ ഏല് ചെക്ക് ഔട്ട്, വാട്ട് ടൈം ഈസ് ദ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട്. അപ്പോൾ അവരതിന് സമയം പറയുന്നു. ഓക്കെ, നമ്മൾ മെർസി, താങ്ക് യു, മെർസി ബൊക്കു, പൂ ഓത്തർ പൂ വോ സാംഫോമേസിയോ, അവിടെ വെച്ചിട്ട് സ്പീച്ച് അവസാനിപ്പിക്കുന്നു. അതിന് കൂടെ 1-2 ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അന്നേരം സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഇംപ്രസീവ്. അപ്പോൾ ഇതിനെ ഒരു നോർമൽ കോൺവെർസേഷൻ ആക്കാനായിട്ട് എത്രമാത്രം നമ്മൾ ശ്രമിക്കുന്നു അത്രമാത്രം നമുക്ക് സ്കോർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് ടെഫിലെ ഒരു പ്രസൻറ്റേഷൻ രീതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്കൻഡ് പാർട്ട് ഒരു കൺവിൻസിങ് ടൈപ്പാണ്. ഇവിടെ നമ്മൾ എപ്പോഴൊരു ഫോർമൽ സ്പീച്ച് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് വു എന്നുള്ള വേർഡായിരിക്കും ഇപ്പോൾ വു ആയിരിക്കും പറയുക, ത്യു എന്ന് പറയാറില്ല. കാരണം അത് പരിചയമില്ലാത്ത ഒരാളെ വളരെ ഇൻഫോർമലായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. താങ്ക് യു.